إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സ്വതന്ത്രനാക്കിയിട്ടില്ല. സ്വാതന്ത്ര്യമുള്ളവനല്ല മനുഷ്യൻ. അവനെ സൃഷ്ടിച്ച റബ്ബ് എങ്ങനെയാണോ ജീവിക്കാൻ അവനോട് കൽപ്പിച്ചത് അങ്ങനെയേ ജീവിക്കാൻ പറ്റുള്ളൂ. അവിടെ പിന്നെ സ്വന്തം ഇഷ്ടം, സ്വന്തം താല്പര്യങ്ങൾ, അവന്റെ സാഹചര്യം അതൊന്നും വിഷയമല്ല. കാരണം ദുനിയാവിൽ അല്ലാഹു ജീവിക്കാൻ വിട്ടിരിക്കുന്ന മനുഷ്യനോട് ദുനിയാവിന്റെ ജീവിതം അവസാനിപ്പിച്ച് ആഖിറത്തിൽ ഒരിക്കലും തീരാത്ത കാലാകാലത്തേക്കുള്ള ജീവിതമുണ്ടെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ ജീവിതമാവണം മനുഷ്യന്റെ ലക്ഷ്യമെന്ന് 1.25 ലക്ഷത്തോളം അമ്പിയാക്കളെ നിയോഗിച്ചിട്ട് അല്ലാഹു പറഞ്ഞു. 4 കിതാബുകൾ ആകാശലോകത്തിൽ നിന്നും അവതരിപ്പിച്ചുകൊണ്ടും അല്ലാഹു പറഞ്ഞു. ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യരെ ഉപദേശിക്കാനും നേർവഴി കാണിക്കാനും ഉലമാക്കളെയും സാലിഹീങ്ങളെയും തയ്യാറാക്കിക്കൊണ്ടും അല്ലാഹു പറഞ്ഞു. ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ച ഖുതുബകൾ ശരീഅത്തിൽ നിയമമാക്കി അടിമകളെ അല്ലാഹു പഠിപ്പിച്ചു. ഓരോ ദിവസവും 5 നേര നിസ്കാരങ്ങളിൽ അല്ലാഹു അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ദുനിയാവിൽ ജീവിച്ച് തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ഇവിടെ നിന്നും ഒരു ദിവസം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് യാത്രയാവണം. അവിടെ വിചാരണയുണ്ട്. അവിടെ അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. അവിടെ അദാബുണ്ട്, സ്വർഗത്തിന്റെ നഈമുകളുണ്ട്. ഇതെല്ലാം എന്നോടും നിങ്ങളോടും പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദുനിയാവിൽ ഇങ്ങനെ സ്വതന്ത്രനായി നാൽക്കാലികളെ പോലെ ജീവിക്കുക അത് മനുഷ്യന് പറഞ്ഞ പണിയേ അല്ല. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രിയിൽ ഉറങ്ങുന്നത് വരെ വളരെ കൃത്യവും വ്യക്തവുമായ കണിശമായ നിയമങ്ങളും അതിർവരമ്പുകളും ബൗണ്ടറികളും അല്ലാഹു സ്ഥാപിച്ചിട്ടുണ്ട്.
അത് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുറുകെ പിടിച്ചും നഫ്സിന്റെ എത്ര വലിയ രസങ്ങൾ വേണ്ടാന്ന് വെച്ചാലും ശരി അങ്ങനെയേ ജീവിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അതിൽപ്പെട്ടതാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത്, ഹക്കുകൾ പൂർത്തിയാക്കുക എന്നുള്ളത്. ഹുഖൂഖുകൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അള്ളാഹുവിനോടുള്ളത്, മറ്റൊന്ന് അടിമകളോടുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ 2025 തുടക്കത്തിൽ നമ്മുടെ നഫ്സിനോട് ചോദിക്കാനും ചില ഉത്തരങ്ങൾ കണ്ടെത്താനും ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിയോ ഇല്ലയോ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടോ ഇല്ലയോ, അത് കഴിഞ്ഞ് മാതാപിതാക്കളാകുന്ന ഇവർക്ക് ശേഷം ഏറ്റവും അധികം ബാധ്യതയുള്ളവരോടുള്ള ആ ഹക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു, മാതാപിതാക്കൾക്ക് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന അവന്റെ നിഅമത്തായ സമ്മാനം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച മക്കളോടുള്ള ബാധ്യതകൾ മാതാപിതാക്കൾക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. അതേപോലെ ദീനുൽ ഇസ്ലാം വളരെ കണിശമായി പഠിപ്പിച്ച മറ്റൊരു ഹക്ക് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഹക്കുകളാണ്. ഒരുപക്ഷെ ഇന്ന് വർത്തമാന ലോകത്ത് നമ്മുടെ നാട്ടില്, വേറെ എവിടെയോ പറയണ്ട, അമേരിക്കയും ജപ്പാനും ഒന്നും പറയണ്ട, നമ്മുടെ നാട്ടില് മടിക്കേരിയില് ഭാര്യ ഭർത്തക്കന്മാർക്കിടയിലുള്ള ഹക്കുകൾ കൃത്യമായി പൂർത്തിയാക്കാത്തതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. അത് കേട്ട് മടുത്തവരാണ്. ഓരോ ദിവസവും ചിലപ്പോ കണക്കെടുത്താൽ ഹക്കുകൾ പൂർത്തിയാക്കുക എന്ന വലിയ ഉത്തരവാദിത്തം പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ മാത്രം തലാഖിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ദമ്പതികള് കുറവല്ല. ചിലപ്പോ എണ്ണിയാ തീരൂല. കുടുംബ കോടതിയിൽ പോയി അന്വേഷിച്ചാൽ അറിയാം. ചിലപ്പോ മാസങ്ങൾക്ക് മുമ്പ് വിവാഹിതരായ നവദമ്പതികളെന്ന് സൽക്കാരം പോലും കഴിഞ്ഞിട്ടുണ്ടാവൂല. കല്യാണം കഴിച്ച് കുടുംബക്കാരെ വീട്ടിലുള്ള തക്കാരം പോലും തീർന്നിട്ടുണ്ടാവൂല. അതിനു മുമ്പ് തലാഖിന്റെ വർത്തമാനം പറയുന്ന അവസ്ഥയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ട സമുദായത്തിന്റെ ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതാണ് വിഷയം. നിയമങ്ങൾ ഇല്ലാത്തവർക്ക് എന്തു ആവാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉലൈക കൽ അൻആം എന്ന് വിളിച്ച ആളുകൾക്ക് എങ്ങനെയാവാം. പോത്തും എരുമയും മംഗലം കഴിച്ചാൽ അതിന് നിയമങ്ങളൊന്നുമില്ല, അതിന് ഒപ്പുവെക്കലൊന്നുമില്ല, അവിടെ ഹക്കുകളൊന്നുമില്ല. ആ പോത്തിന് മറ്റേ എരുമനെ കാണുമ്പോൾ അങ്ങോട്ട് പോവാം, ഈ എരുമക്ക് വേറെ പോത്തിനെ കാണുമ്പോൾ അങ്ങോട്ടും പോവാം. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദ് മുസ്തഫാന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് അങ്ങനെയല്ല. നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് പാലിച്ചാൽ മാത്രമേ ജീവിതം സന്തോഷകരമാവുള്ളൂ, ഇല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. എന്തുകൊണ്ടാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ദാമ്പത്യ ജീവിതത്തെ വിശേഷിപ്പിക്കുന്നത് അത്ഭുതമായിട്ടാണ്. വമിൻ ആയാതിഹി, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അത്ഭുതത്തെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു പറയാൻ, വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, മഹാത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് ഒരു ഇണയെ തന്നു എന്നുള്ളത്. ഇണയില്ലാണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. അതാണിനും പറ്റൂല, പെണ്ണിനും പറ്റൂല. ഭാര്യയില്ലാത്തൊരു മനുഷ്യൻ, ഭർത്താവില്ലാത്തൊരു പെണ്ണ്, അവരുടെ ജീവിതം കൃത്യമായിരിക്കൂല. അവർക്ക് അവരുടെ ജീവിതത്തിന്റെ പരിശുദ്ധത അവകാശപ്പെടാൻ സാധിക്കൂല. അവർക്ക് അവരുടെ ജീവിതത്തിൽ ദുനിയാവിൽ അനുവദിക്കപ്പെട്ട സ്വസ്ഥതയും സമാധാനവും ലഭിച്ചു എന്ന് ആശ്വസിക്കാൻ സാധിക്കുകയില്ല. അതില്ലാത്തവരോട് ചോദിച്ചു നോക്കി, അല്ലെങ്കിൽ അവരെ ഒന്ന് നിരീക്ഷിച്ചു നോക്കി, അല്ലെങ്കിൽ ഭാര്യയില്ലാത്ത ഭർത്താക്കന്മാരുടെ, ആണുങ്ങളുടെ, അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് പഠിച്ച പഠനങ്ങളുടെ റിപ്പോർട്ടുകളൊന്ന് വായിച്ചു നോക്കിയേ. അവരുടെ ജീവിതം ദുസ്സഹമായിരിക്കും. പാതിരാ നേരത്ത് കണ്ണും പിടിച്ചിരുന്ന് മനസ്സിന്റെ ഉള്ളകത്ത് നൊമ്പരങ്ങൾ പെയ്യുന്ന ജീവിതം മാത്രമേ അവർക്കുണ്ടാവുള്ളൂ. എന്തുകൊണ്ടറിയോ? മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന്റെ വ്യവസ്ഥയാണത്. ഒരാണിനെയും പെണ്ണിനെയും ഒന്നിപ്പിച്ച് ഇണകളാക്കി ജീവിതത്തിന്റെ ഒരു ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ളത്, അല്ലാണ്ട് കഴിയില്ല. ചില ആളുകൾ പറയും എനിക്ക് കല്യാണം വേണ്ട. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, കല്യാണം കഴിക്കൽ എന്റെ സുന്നത്ത്
എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനേക്കാളും വലിയ തഖ്വയുള്ള ഖശിയത്തുള്ള ഖൗഫുള്ള ഒരാള് ഈ ആകാശത്തിന്റെ കീഴെ ജനിച്ചിട്ടുമില്ല, ഇനി ജനിക്കൂല. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനോട് ആഗ്രഹമില്ലാത്ത ഒരാളിന് ദുനിയാവിൽ ഉണ്ടാവില്ല. അപ്രവാചകൻ പറഞ്ഞു, കല്യാണം എന്റെ സുന്നത്താണ്, അതാരെങ്കിലും വേണ്ടെന്ന് വെച്ചാൽ ഫലൈസ മിന്നി, ഒരു എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഈമാൻ ശരിയാവില്ല. അതുകൊണ്ടല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് 3 ആളുകൾ വന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിന്റെ ഉള്ളിലുള്ള ജീവിതത്തെ പറ്റി ചോദിച്ചു. കേട്ടപ്പോഴേക്ക് ഇവർക്ക് തോന്നി ഒന്നുമല്ല, നമ്മൾ ശരിക്കും പറഞ്ഞ ആഖിറത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഒരാൾ തീരുമാനിച്ചു, ഇനി ഞാൻ കല്യാണം കഴിക്കുന്നില്ല, കല്യാണം കഴിച്ച ചൊറയാണ്, നിസ്കരിക്കാൻ സമയം കിട്ടൂല, നോമ്പെടുക്കാൻ പറ്റൂല, സദഖ ചെയ്യാൻ പറ്റൂല, നല്ല നിലക്ക് ജീവിക്കാൻ പറ്റൂല, ഭാരമായിരിക്കും, ഉത്തരവാദിത്തമായിരിക്കും, ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല. വേറൊരാൾ പറഞ്ഞു, ഞാനൊരു ഫുൾ നോമ്പ് തന്നെ, എല്ലാ ദിവസവും നോമ്പ്. വേറൊരാൾ തീരുമാനിച്ചു, രാത്രിയിൽ ഉറങ്ങൂല, ഫുള്ള് നിസ്കാരം തന്നെ. നമ്മുടെ നോട്ടത്തില് സുബ്ഹാനല്ലാഹ് ഔലിയാക്കള്, ചില വലിയമാരുടെ പ്രത്യേകതകൾ തന്നെ ആളുകൾ പ്രസംഗിക്കല് മൂപ്പരും അങ്ങനെ കഴിച്ചിട്ടില്ല എന്നാണ്. കല്യാണം പോലും കഴിക്കാത്ത വലിയാണ്. കല്യാണം കഴിക്കാണ്ടിരിക്കൽ വിലായത്തിന്റെ അടയാളമൊന്നുമല്ല. കല്യാണം കഴിക്കാതിരിക്കൽ തഖ്വയുടെയും ഖശിയത്തിന്റെയും ആത്മീയതയുടെയും ലക്ഷണമൊന്നുമല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വന്നപ്പം ഭാര്യമാര് കാര്യം പറഞ്ഞു. തങ്ങൾ ഉടനെ തന്നെ പള്ളിയിൽ മിമ്പർമ കയറി. ആരാ 3 ആളുകൾ? എന്റെ വീട്ടിൽ വന്ന ആളുകൾ ആരാ? 3 ആൾക്കാരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ? അതെ, നമ്മൾ പറഞ്ഞു റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ അന അഖ്ശാകും വഅത്ഖാകും ബില്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും അധികം പേടിക്കുന്ന ആള് ഞാനാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ തഖ്വയുള്ള മനുഷ്യനും ഞാനാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, 11 ഭാര്യമാരെ, എനിക്ക് മക്കളുണ്ട്, ഞാൻ ഉറങ്ങലുണ്ട്, നിസ്കരിക്കലുണ്ട്, ഞാൻ നോമ്പെടുക്കലുണ്ട്, നോമ്പ് മുറിക്കലുണ്ട്. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കാൻ പാടില്ല. ദീൻ അതാണ്. വിവാഹം മനുഷ്യ ജീവിതത്തിനെ യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ ഫഖദ് അഹ്റസ സുൽസൈ ദീനി, അവന്റെ ദീനിന്റെ 2/3 ഭാഗം ക്ലിയറായി. ബാക്കി 1 ഭാഗം ശ്രദ്ധിച്ച് ജീവിച്ചാൽ മതി. അവിടെ കല്യാണമില്ലാതെ വിവാഹമില്ലാതെ മനുഷ്യന്റെ ജീവിതം നേരെയാവൂല. ഇനി അങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതം ഏത് സമയത്തും പൊട്ടിപ്പോവാം. അള്ളാഹു കാക്കട്ടെ. ഇണകളില്ലാത്തവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് നല്ല ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതം പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവിലാണ്. അന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തിലുള്ള കാലം, വഹ്യ് ലൈവായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം, മലായികത്ത് വന്നു പോകുന്ന കാലം, ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യകോലത്തിൽ പള്ളിയിൽ വന്നിരുന്ന് ദീൻ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത് സ്വഹാബത്ത് നേർക്ക് നേരെ കാണുന്ന കാലം, അത്ര അനുഗ്രഹീതമായ കാലത്തിലാണ് ഈ വിഷയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എങ്കിൽ 2025 ഫിത്നയുടെ, ഫസാദുകളുടെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കയ്യിലുള്ള മൊബൈൽ ഫോൺ പോലും 99% ഫസാദുകളെ കൊണ്ട് നിറക്കപ്പെട്ട കാലം. ഇണകളില്ലെങ്കിൽ ഈമാൻ പറക്കാൻ 100% ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വിവാഹം അത് അല്ലാഹുവിന്റെ സംവിധാനമാണ്. ഒരാണും ഒരു പെണ്ണും, പെണ്ണും ആണുമെണ്ണും, അത് പോത്തിന്റെ രീതി, അത് എരുമകളുടെ മനസ്സ്, അത് നാൽക്കാലികളുടെ അഭിമാനമില്ലാത്ത, സ്വന്തത്തെ പറ്റി ബോധമില്ലാത്ത മന്ദബുദ്ധികളുടെ ചിന്താഗതികൾ. അത് ഇമ്പമെന്ന് പറയാൻ കൊള്ളുന്ന വിഷയമൊന്നുമല്ല. അതൊക്കെ തലച്ചോറുള്ള ചോറയിക്കുന്ന മനുഷ്യന്മാർക്ക് തിരിയും ചെയ്യും. അങ്ങനെ ആണും പെണ്ണും കല്യാണം കഴിക്കുക, അതെങ്ങനെ പെണ്ണും കല്യാണം കഴിക്കാം? ഒരു രാജ്യം അത് അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഒപ്പിടുന്നുവെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ അധോഗതി എന്നല്ലാതെ വേറെന്ത് പറയാൻ? ഇല്ല. അള്ളാഹു, അതല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നാഥൻ, ആ ഭൂമിയിലെ 2 ജിൻസുകളായി സൃഷ്ടിച്ചിരിക്കുന്നു, ആണിനെയും പെണ്ണിനെയും. ആണ് വേറെ, പെണ്ണ് വേറെ, രണ്ടും ഒന്നാവൂല.
അതൊരു ജിൻസ്, ഇത് മറ്റേ ജിൻസ്. രണ്ടാളുടെയും മനസ്സും വേറെയാണ്, രണ്ടാളുടെയും ശരീരവും വേറെയാണ്, രണ്ടുപേരുടെയും സ്വഭാവവും വേറെയാണ്, രണ്ടുപേരുടെ രീതികളും ഒക്കെ വേറെയാണ്. അതുകൊണ്ടാണ് നെഗറ്റീവും പോസിറ്റീവും ഒന്നിപ്പിച്ച അല്ലാഹു. ആണും പെണ്ണും കല്യാണം കഴിക്കേണ്ടത്, ആണോ ആണും പെണ്ണും പെണ്ണുമല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇണകൾക്ക് അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ജീവിതം ആരംഭിച്ചിരിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ തന്നെ തന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? സൃഷ്ടിച്ചവൻ അവനാണ്. ആണിനെ സൃഷ്ടിച്ചവനും പെണ്ണിനെ സൃഷ്ടിച്ചവനും. എന്റെ ഈ സൃഷ്ടികളായ ആണും പെണ്ണും എങ്ങനെയാണ്, എന്താണ് എന്നറിയുന്നവൻ അല്ലാഹുവാണ്. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. നിങ്ങളെ കണ്ണിന്റെ കട്ടുനോട്ടം, ഇടക്കണ്ണിട്ട് നോക്കല്, നിങ്ങളെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച അതീവ രഹസ്യം ഞാൻ അറിയാണ്ടിരിക്കൂല. അല്ലാഹു പറയാ, ആണിൻ്റെതും അല്ലാഹ്ക്കറിയാം, പെണ്ണിൻ്റെതും അല്ലാഹ്ക്കറിയാം. ആ അറിയുന്ന റബ്ബ് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്വസ്ഥമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇതറിയുന്ന ഞാൻ നൽകുന്ന നിർദ്ദേശം മുറുകെ പിടിച്ചോളിൻ, അപ്പൊ റെഡിയാവും. അത് ആ പിടുത്തം വിട്ടാൽ എന്റെ പ്രിയപ്പെട്ട മടിക്കേരിയിലെ മുസ്ലിമീങ്ങളെ, ലോകത്ത് എത്ര വലിയ പ്രഭാഷകന്റെ മുന്നിൽ പോയിരുന്നിട്ട് കൗൺസിലിംഗ് കേട്ടാലും ജീവിതം നന്നാവാൻ പോകുന്നില്ല. മോട്ടിവേഷൻ ക്ലാസ്സിന് 3 ലക്ഷം കൊടുത്തിട്ട് പോയിട്ടിരുന്നാലും ഓന്റെ ജീവിതം രസകരമാവില്ല. 2 സെക്കൻഡ് നേരത്തേക്ക് നിൽക്കും, വൈകുന്നേരം പൊട്ടി തകർന്ന് തരിപ്പണാവും. എന്തുകൊണ്ടറിയോ? ഇത് പറയുന്നോന്റെ വീട്ടിന്റെ അടുക്കള യുദ്ധക്കളാണ്. പക്ഷെ അള്ളാന്റെയും റസൂലിന്റെയും അങ്ങനെയല്ല. നമ്മൾ അറിയാവുന്ന അള്ളാഹു നമുക്ക് നിയമങ്ങളും നിർദ്ദേശം, നിങ്ങൾ ആലോചിച്ച് നോക്കിയ മുസ്ലിമീങ്ങളുടെ ഖുർആനിന്റെ നിയമങ്ങൾ കാട്ടിപ്പറത്തി. ഹദീസിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിയമങ്ങള് കേൾക്കാനും പാലിക്കാനും പറ്റുന്നില്ല. എന്നിട്ട് ഗവൺമെന്റ് നിശ്ചയിച്ച ഏതോ ഒരുത്തന്റെ മുന്നിൽ മണിക്കൂറുകൾ പോയിട്ടിരുന്ന് അവന്റെ പ്രസംഗം കേട്ടിട്ട് ജീവിതം നന്നാവാന്ന് പറഞ്ഞാൽ എങ്ങനെ നന്നാവാൻ? നന്നാക്കാനുള്ള സാധനം കൈമലുണ്ട്, അത് പൂട്ടിവെച്ചിട്ടാ വേറൊരുത്തന്റെ കേൾക്കുന്നത്. അള്ള പറയുന്ന നിയമങ്ങൾ കേൾക്കാണ്ട് മനുഷ്യൻ ചിന്തിക്കുന്ന നിയമങ്ങൾ കൊണ്ട് ശരിയാക്കാൻ നിന്നാൽ ഖിയാമത്ത് നാൾ വരെ ശരിയാവൂല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും തന്നെ ഇണകളെ ഉണ്ടാക്കി തന്നത്. സൗജ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണെന്നറിയോ? സൗജ് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് പറഞ്ഞു, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, ചോറ് കഴിച്ചു, കുറച്ച് കറി ഒഴിച്ചു, ഇറച്ചിയോ മീനോ പൊരിച്ചതും എടുത്തിട്ടു, ഒരു പപ്പടം ഇട്ടു, എല്ലാം കൂടി കുഴച്ച് വായിലിട്ട് ചവച്ച് കഴിയുമ്പോഴേക്കും എല്ലാം ഒന്നായി. ഇടുമ്പം പലതാണ്, ചവച്ച് കഴിഞ്ഞപ്പോ ഒന്നായി. ആ ചവച്ചരച്ച് മിക്സാക്കിയ സാധനത്തിന് പറയുന്ന പേരാണ് സൗജ് എന്ന് പറഞ്ഞ ആണും പെണ്ണും അങ്ങനെ മിക്സായിട്ട് വേണം ജീവിക്കാൻ. ആണും പെണ്ണും മീൻസ് ഭാര്യയും ഭർത്താവും, അല്ലാണ്ട് ബോയിലും ഗേളിന് വെറുമല്ല. അതാ ഇന്നത്തെ കാലം. അള്ളാഹുവിനെ സാക്ഷിയാക്കി അള്ളാഹുവിന്റെ നിയമത്തെ മുന്നിൽ വെച്ച് അനുവദിക്കപ്പെട്ട ബന്ധത്തിൽ ഏർപ്പെട്ട അഭിമാനമുള്ള ഭർത്താവും ഭാര്യയും അങ്ങനെ വേണം ജീവിക്കാൻ. എങ്ങനെ അങ്ങനത്തെ ജീവിതം വരിക? അങ്ങോട്ടിട്ടുള്ള ഹക്ക് പൂർത്തിയാക്കാൻ. സൗന്ദര്യം ഉണ്ടായാലൊന്നും വരൂല. എന്റെ ഭാര്യ ലോക സുന്ദരിയാണ്, അതിനെക്കൊണ്ടൊന്നും ജീവിതം റാഹത്താവൂല. എന്റെ ഭർത്താവ് വലിയ പൈസക്കാരനാണ്, അതിനെക്കൊണ്ടൊന്നും ജീവിതം നേരെയാവൂല. കാരണം എന്താ അറിയോ? സൗന്ദര്യത്തിന്റെ റാണിമാരും ലോകം മുഴുവനും അടക്കി ഭരിച്ചവരും കഴിഞ്ഞുപോയ ലോകമാണിത്. അവരുടെയൊക്കെ ജീവിതത്തിന്റെ വരികൾ വായിച്ചാൽ വട്ടപൂജ്യമാണ്, ബിഗ് സീറോ. ദാമ്പത്യ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുമില്ല. അതിലൊന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ഭർത്താവ് അവന്റെ ഭാര്യയോട് കാണിക്കേണ്ടുന്ന അവകാശങ്ങളാണ്. ഭാര്യയുടെ അവകാശം അത് വകവെച്ചു കൊടുക്കലാണ്. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം എന്തല്ലോ, ഭർത്താക്കന്മാര് നമ്മളെപ്പോഴും പെണ്ണാണിനോട് കാണിക്കേണ്ട മര്യാദയെ പറയുള്ളൂ. പാവം പെണ്ണ്, എല്ലാവരുടെ ഉപദേശവും പെണ്ണിന് തന്നെ. നീ അങ്ങനെ ആയിക്കൂടെ, നിനക്കിങ്ങനെ ആയിക്കൂടെ, നീ അങ്ങനെ ആയിട്ടല്ലേ, നീ അങ്ങനെ ആയിട്ടല്ലേ. ആണിനുണ്ട് പെണ്ണിനോട് കടമകൾ, അതിശക്തമായ കടമകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, അവസാനത്തെ പ്രസംഗം. അതിനുശേഷം ജനങ്ങളെ വിളിച്ചുകൂട്ടി അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല.
ആ പ്രസംഗത്തിൽ പറഞ്ഞു, ആണുങ്ങളോട് നിങ്ങൾ ഭാര്യമാരെ ശരിക്ക് സംരക്ഷിച്ചോളേ, അവരുടെ ഗുഹ്യഭാഗം നിങ്ങൾക്ക് അള്ളാഹുവിനെ സാക്ഷിയാക്കി അനുവദിക്കപ്പെട്ടതാണ്. നിങ്ങളെ രസം തീർക്കാൻ, പുരുഷന്റെ വികാരം തീർക്കാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കി നിങ്ങൾക്ക് അല്ലാഹ് അനുവദിച്ചു തന്നതാണ്. അതാണ് ആ പെണ്ണ് നിനക്ക് വേണ്ടി ഒഴിഞ്ഞു തന്നത്, അവള് സംരക്ഷിച്ചത്. ഒരു അന്യ പുരുഷന്റെ കണ്ണേൽക്കാതെ, ഒരു അന്യ പുരുഷന്റെ ശ്വാസമേൽക്കാതെ, ഒരു അന്യ പുരുഷന്റെ മുന്നിൽ തൊളിയുടെ നിറം പോലും പുറത്തിടാതെ, ഒരു അന്യ പുരുഷന്റെ മുന്നിൽ മുടിയുടെ തുമ്പ് പോലും കാണിക്കാതെ, അവളുടെ ശബ്ദത്തിന്റെ മാധുര്യം ഒരു അന്യ പുരുഷന് കേൾപ്പിക്കാതെ, അവളും അവളുടെ ഉപ്പയും ഉമ്മയും അവളെ സംരക്ഷിച്ച് കൊണ്ടു നടന്ന് ഒരു ദിവസം അല്ലാഹുവിനെ സാക്ഷിയാക്കി ഏതോ കുടുംബത്തിലെ ചെക്കന് അനുവദിക്കപ്പെട്ട രീതിയിൽ തന്ന് അവള് പൂർണ്ണ മനസ്സോടെ എല്ലാത്തിനും സമ്മതിച്ചത് അല്ലാഹുവിനെ സാക്ഷിയാക്കിയിട്ടാണ്. അത് നിങ്ങൾ മറന്നുകൊണ്ട, അവൾ അല്ലാഹുവിനെ സാക്ഷിയാക്കി തന്നതാണ്, അത് നിങ്ങൾ മറന്നുപോണ്ട. അതുകൊണ്ട് വളരെ കണിശമായ താക്കീത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന് തന്നു പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ. അതിലൊന്ന്, ആ പെണ്ണിന്റെ കുടുംബത്തിന്റെയും തറവാടിന്റെയും നിലയും വിലയും അനുസരിച്ച് അവൾക്കുള്ള ജീവിതോപാധികൾ നൽകിക്കൊള്ളണം. പൈസക്കാരി പെണ്ണിനെ കെട്ടിയാൽ ആ പൈസക്കാരി പെണ്ണ് പൈസക്കാരനായ ഉപ്പാന്റെ വീട്ടിൽ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ തന്നെ പുറക്കുന്നു നോക്കിക്കൊള്ളണം. ഇത് പെണ്ണിന്റെ അവകാശമാണ്. ചിലപ്പോ നല്ല പെണ്ണുങ്ങൾ ചോദിക്കൂല, അത് വേറെ. ചിലപ്പോ നല്ല ബോധമുള്ള പെണ്ണുങ്ങൾ അത് ചോദിക്കൂല. രാജാവിന്റെ മോളെ കെട്ടിയാൽ നീ അടിമയാണെങ്കിലും രാജ്ഞിയെപ്പോലെ രാജകുമാരിയെപ്പോലെ നീ സംരക്ഷിച്ചോളണം. അത് നോക്കാൻ പറ്റുമെങ്കിലേ കെട്ടാൻ പാടുള്ളൂ. എന്താ കുഫു എന്ന് പറഞ്ഞാൽ? നമ്മുടെ സാധാരണ കുഫു നോക്കലുണ്ടല്ലോ. ഏതെങ്കിലും പാവപ്പെട്ട ഒരു ചെക്കൻ, ആകെ 10,000 രൂപ ശമ്പളമുള്ള ഒരു ചെക്കൻ, ഓന്റെ കാര്യം തന്നെ നേരെ ചൊവ്വേ നോക്കാനുള്ള പൈസ ഇല്ല, വരുമാനമില്ല. ഇവൻ കല്യാണം കഴിച്ചതോ മടിക്കേരിയിലെ വലിയൊരു വിഐപ്പിന്റെ മോളെ. കുഫു ഒക്കൂല. ആ മോക്ക് ഇവന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ മാനസികമായി കഴിയൂല. ഇവൻ ആ പെണ്ണിന്റെ രീതി അനുസരിച്ചുള്ള ചെലവ് വഹിക്കാനും പറ്റൂല. അതധികം വൈകാതെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിന് അവസരം നൽകേണ്ടതില്ല. തൽക്കാലം മോൻ അവളെ കെട്ടണ്ടെന്ന് വെക്കുക. ആ പെണ്ണിന്റെ രീതിക്ക് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഒരു പെണ്ണ് എന്റെ വീട്ടിലേക്ക് എന്റെ ഭാര്യയായി വരുമ്പം അവൾ അവളുടെ വീട്ടിൽ സേവകന്മാരെയോ സേവകിമാരെയോ പണിക്കാരെ വെച്ച് പണിയെടുപ്പിച്ച പെണ്ണാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളണം? എന്റെ ഭാര്യന്റെ കാര്യങ്ങൾ നോക്കാൻ, ഓളെ തുണി തിരുമ്പി കൊടുക്കാൻ, ഓളെ ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കാൻ, ഓളെ പാത്രം കഴുകി കൊടുക്കാൻ ഒരു ഖാദിമിനെ വീട്ടിൽ വെച്ചുകൊടുത്തോളണം, ഞാൻ പൈസ ചെലവാക്കിയിട്ട്. അത് ആ പെണ്ണിന്റെ അവകാശമാണ്. ഇത് ചില്ലറ തമാശയും കളിയല്ല കല്യാണം. കിട്ടിയ ചാൻസിനെ നിങ്ങൾ പെണ്ണിനങ്ങ് തലയിലാക്കാം അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിയുൻഫിഖ് ദൂ സഅത്തിൻ മിൻ സഅതി. പൈസക്കാരൻ ആ പൈസക്കനുസരിച്ച് പെണ്ണിനെ നോക്കിക്കൊള്ളണം. ഇനി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ്. ആർക്കെങ്കിലും അല്ലാഹു റിസ്ക് ഇടുക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവൻ ഓടെ നോക്കിക്കൊള്ളണം. അപ്പൊ ആ പെണ്ണ് പറയാണ്, എനിക്ക് ഈ ചെലവ് പോരാ, ശരിയാവൂല, ജീവിതം ശരിയാവുന്നില്ല. അത് അവൾക്ക് ആ ഭർത്താവിനെ ഒഴിവാക്കാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. കാരണം ഭർത്താവിന് പെണ്ണിനോടുള്ള ഹക്കാണ് അവളെ നേരെ ചൊവ്വെ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഉറങ്ങാനും അവരുടെ അവസ്ഥക്കനുസരിച്ചുള്ളത് നൽകിക്കൊള്ളണം. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോൾ തന്നെ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കെട്ടാൻ. ഇനി തീരുള്ള ഒരു പെണ്ണ്, ആഖിറത്തിന്റെ ബോധമുള്ള പെണ്ണ്, ദുനിയാവിനെ പരിഗണിക്കാത്തൊരു പെണ്ണ് പറയാൻ, തൽക്കാലം എനിക്ക് ഇത്രയൊക്കെ മതി, അൽഹംദുലില്ലാ, ഓള് നല്ല പെണ്ണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ പോലെ. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. തങ്ങളുടെ വീട്ടിന്റെ പുറത്ത് സഹാബാക്കൾ പല ആൾക്കാരും ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖം വിഷമം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വീട്ടിലേക്ക് കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. ഉമർ വന്നു, കയറി, ഒന്നും മിണ്ടുന്നില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ചെറിയ തമാശ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ചിരിപ്പിച്ചു. ആ വർത്താനം കേട്ടപ്പോൾ റസൂലുള്ളാഹി ചിരിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, ഉമർ, ഈ ഭാര്യമാര് എന്നോട് ചെലവിന് പൈസ അധികം ചോദിക്കുന്നുണ്ട്.
അതാണ് മൗനിയാക്കിയത്. എന്ത് കാരണം അറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് തോന്നിപ്പോയി ഭാര്യമാര് ദുനിയാവ് കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അത് വിഷമായി, പ്രയാസായി. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അവർ ചെയ്തതിനെ കുറ്റപ്പെടുത്തിയില്ല. റസൂലുള്ളാഹിന്റെ ഭാര്യമാര് ചെയ്തത് മോശമായി പോയി, നിങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു, ഇതൊന്നും പറഞ്ഞില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞ വാക്ക് മറ്റൊരു രീതിയിലാണ്. യാ അയ്യുഹൻ നബി, റസൂലേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറയിൻ, ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയ വസീനതഹാ ഫതആലൈൻ ഉമത്തിഉകുന്ന വഉസദ്ദിഹുകുന്ന സറാഹൻ ജമീല. നബിയുടെ ഭാര്യമാരെ, നിങ്ങൾക്ക് ദുനിയാവും ആ ദുനിയാവിലെ മോടിയും അലങ്കാരവും വസ്തുക്കളുമാണ് വേണ്ടതെങ്കിൽ വരിൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ എന്ന പദം ഒഴിവായിക്കോളെ. വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളെ. അവർ ചോദിച്ചതിനെ കുറ്റപ്പെടുത്തിയില്ല. വഇൻ കുൻതുന്ന തുരിദിനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ. ഇനി അതല്ല, നിങ്ങൾക്ക് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ആഖിറവുമാണ് ആവശ്യം എങ്കിൽ അടങ്ങി ഒതുങ്ങി ക്ഷമിച്ചു നിന്നോളെ. ആയത്തിറങ്ങി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കാണാൻ വന്നു ആയിഷാനെ. കാരണം എന്താ അറിയോ? റസൂലുള്ളാഹിക്ക് പേടിയായി. ഈ ആയത്ത് കേട്ടിട്ട് ഭാര്യ എങ്ങാനും ദുനിയാവിനെ ആഗ്രഹിച്ചിട്ട് അങ്ങ് പോയി പോവോ, ആയിഷാനെ വിടാൻ റസൂലുള്ളാഹിക്ക് മനസ്സില്ല. 11 ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഇഷ്ടം ആയിഷാനോടാണ്. സഹാബി വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ അഹബ്ബു ഇലൈക്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? ഖാല ആയിഷ. ഒറ്റ മറുപടി, ആയിഷാനോടാണ്. ആദ്യം റസൂലുള്ളാഹി ആയിഷാനെ കാണാൻ വന്നു. ആയിഷ, ഒരു വിവരം പറയാനുണ്ട്. എന്താ റസൂലേ? ഒരായത്ത് അവതരിച്ചിട്ടുണ്ട്, നീ ധൃതി കാണിക്കരുത്. റസൂലുള്ളാഹിക്ക് പേടി, ആയിഷ വിട്ടിട്ട് പോയി പോവും. അങ്ങനെ വേണം ഭാര്യമാരോട്, അങ്ങനെ വേണം ഭാര്യമാരോട്. അവളെ മുഖമൊന്ന് കറുത്താൽ വിഷമാകണം ഭർത്താവിന്റെ മനസ്സ്, അങ്ങനെയാവണം ബന്ധം. ആയിഷ, നീ ധൃതി കാണിക്കല്ലോ, നിന്റെ ഉപ്പാനോടും ഉമ്മാനോടും ചോദിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. കാരണം റസൂലുള്ളാഹിക്ക് എന്തറിയാം? അമ്മോഷൻ അബൂബക്കർ സിദ്ദീഖ് ഒരിക്കലും എന്റെ അടുത്ത് ആയിഷാനെ പറിച്ചു കൊണ്ടുപോകില്ല, ആ ഉറപ്പുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ്, നീ ഉപ്പാനോടും ഉമ്മാനോടും ചോദിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. എന്താ റസൂലേ, കാര്യം പറയും. ആയിഷ, ഇങ്ങനെ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് ദുനിയാവും അതിലെ വസ്തുക്കളുമാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ത്വലാഖ് ചെല്ലാം, നിങ്ങൾ പൊയ്ക്കോളിൻ, വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളിൻ. അതല്ല, അള്ളാഹുവും അള്ളാഹിന്റെ റസൂലും ആഖിറുമാണ് വേണ്ടതെങ്കിൽ ക്ഷമിച്ചു നിന്നോളിൻ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അഫീക റസൂലെ, നിങ്ങളെ കാര്യത്തിൽ ഞാൻ എന്റെ ഉപ്പാനോടും ഉമ്മാനോടും അഭിപ്രായം ചോദിക്കാനോ? നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നത്? ദുനിയാവിൽ എനിക്ക് കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ നിധിയാണെന്ന്. എനിക്ക് എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും അഭിപ്രായം ഒന്നും ആവശ്യമില്ല. എനിക്ക് അള്ളാഹനെ മതി, അള്ളാഹിന്റെ റസൂലിനെ മതി, ആഖിറത്തിന്റെ വിജയം മതി. മുഹമ്മദ് മുസ്തഫാന്റെ മുഖം 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രകാശിച്ചു. ആയിഷ മറുപടി പറഞ്ഞപ്പോ ഇവിടെ വേറെ പാഠമുണ്ട്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, എന്നോടടക്കം പറയാ, ഈ നിൽക്കുന്ന ഖതീബായ എന്നോടടക്കം, നമ്മളെ ഭാര്യമാരും ഇങ്ങനെ ചോദിക്കണം നമ്മളെ പറ്റി. അഫീക അസ്തഖീറു വാലിദൈ, നിങ്ങളെ കാര്യത്തിൽ എനിക്ക് ഉപ്പാന്റെ ഉമ്മാന്റെ അഭിപ്രായം ആവശ്യമുണ്ടോ? നിങ്ങൾ എനിക്ക് അങ്ങനല്ലേ എന്നൊരു ഭാര്യ പറഞ്ഞു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ ഭർത്താവാണ്. ഇല്ലേ, സംതിങ് റോങ്. റസൂലുള്ളാഹി തങ്ങളുടെ മുഖം പ്രകാശിച്ചു. ബാക്കി എല്ലാ ഭാര്യമാരടുത്ത് പോയിട്ട് പറയുക, ഇങ്ങനെ ആയത്തിറങ്ങിയിട്ടുണ്ട്, ആയിഷ ഇങ്ങനെയാ പറയുന്നത്. ഇങ്ങനെ ആയിഷ ഇങ്ങനെയാ പറയുന്നത്. എല്ലാരും പറഞ്ഞു, എങ്കിൽ ആയിഷ പറഞ്ഞ പോലെ തന്നെ നമ്മളും പറയുന്നത്. വിഷയം സോൾവായി. പക്ഷെ അള്ളാഹു അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ചോദിച്ച തെറ്റാന്നും പറഞ്ഞിട്ടില്ല. കാരണം പെണ്ണിന്റെ അവകാശമാണ്. ഭർത്താവിനോട് അവൾക്ക് കൊടുക്കാൻ നല്ല വസ്ത്രം, അവൾക്ക് കഴിക്കാൻ നല്ല ഭക്ഷണം, അവൾക്ക് താമസിക്കാൻ നല്ല വീട്, അത് ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള അവകാശമാണ്, കൊടുത്തേ പറ്റുള്ളൂ, ഹഖാൻ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഹുന്ന അലൈക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ മേൽ നിങ്ങൾക്കുള്ള ഹഖ് എന്താണെന്നറിയോ? റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, നടപ്പനുസരിച്ച് അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും. എന്താ ഈ നടപ്പനുസരിച്ച്? അവൾ എങ്ങനെയാണോ ജീവിച്ച് വളർന്നു വന്നത് അങ്ങനെ. 5000 റുപ്യന്റെ കുപ്പായിട്ട് നടന്ന പെണ്ണാണ് എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യയെ വന്നപ്പോഴേക്ക് 5 റുപ്യന്റെ കുപ്പായായി. നോ, അത് പറ്റൂല. ഇല്ലെങ്കിൽ ഉണ്ട്, ഞാൻ 5000 റുപ്യന്റെ ജീൻസും ടീഷർട്ടും തന്നെ ഇട്ട് നടക്കുന്നത്, ഓളെ കാര്യം വരുമ്പോൾ മാത്രം 500 റുപ്യന്റെ കുപ്പായാവും. അത് പറ്റൂല.
അവൾക്കുള്ള അവകാശമാണ്. നമ്മൾ നല്ലത് കഴിച്ചാൽ അവർക്കും നല്ലത് കഴിപ്പിക്കണം, നമ്മൾ നല്ലത് ഉടുത്താൽ അവൾക്കും നല്ലത് ഉടുപ്പിക്കണം. ഒരിക്കൽ ഹിന്ദ് റളിയല്ലാഹു അൻഹ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. അബൂ സുഫിയാന്റെ ഭാര്യ റളിയല്ലാഹു അൻഹു. അള്ളാന്റെ കളി നോക്കി. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുത്ത ആരാണ്? ബദറിലും ഉഹദിലും ഒക്കെ റസൂലുള്ളാഹിക്ക് എതിരെ വാളെടുത്ത ആള്. പക്ഷെ നാളെ സ്വർഗത്തിലാണ്. റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭാര്യ ഹിന്ദ് വഹ്ഷിയെ കൊല്ലാൻ പൈസ കൊടുത്ത പെണ്ണ്. യാ റസൂലല്ലാഹ്, അബൂ സുഫിയാൻ കുറച്ച് പൈസനുള്ള ആർത്തിയുള്ള ടീമാണ്. പണ്ടേ പൈസക്കാരനായി ജീവിച്ച ആളാണ്. എനിക്ക് എൻ്റെ മക്കൾക്കും ആവശ്യമുള്ളത് തരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്താക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾ ഇത് കേട്ടിട്ട് മുതലെടുക്കാൻ പാടില്ല. ചില വിഷയങ്ങൾ പറയാൻ പേടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുദി മാ യക്ഫീകി വവലദികി ബിൽ മഅറൂഫ്. ഭർത്താവ് തരുന്നില്ലെങ്കിൽ അയാൾ അറിയാണ്ട് നിനക്കും നിന്റെ മക്കൾക്കും ആവശ്യമുള്ളത് നീ എടുത്തോളി. ഹിന്ദിനോട് എന്തുകൊണ്ടറിയോ? അത് പെണ്ണിന്റെ അവകാശമാണ്. ഇവൻ പൂട്ടി വെച്ചത് ഓൻ്റെ ഓക്കും ഓൻ്റെ മക്കൾക്കും കൊടുക്കാനുള്ള അവകാശമാണ്. പൂട്ടി വെച്ച് മാ യക്ഫീകി, മാ യക്ഫീകി, നിനക്കും നിന്റെ മക്കൾക്കും ആവശ്യമുള്ളത് അതിന്റെ അപ്പുറത്തെടുത്താൽ ഹറാം, കള്ളത്തിയാവും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഹക്കാണ്. അതെന്തിനാണെന്നറിയോ? ഇവിടെ ആണും പെണ്ണും മനസ്സിലാക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആണിനാണ് സാമ്പത്തിക മേഖല. സാമ്പത്തിക മന്ത്രി വീട്ടില് ആണാണ്, പെണ്ണല്ല. ഇവിടെ രാവിലെ വേഗം തൂക്കിയിട്ട് സ്കൂട്ടറിൽ അങ്ങ് പോവാണ് ഓഫീസിലേക്ക്. മാപ്പിള കിടന്നിട്ട് ഉറങ്ങുക പുരക്ക്. ഓൻ 10 മിനിറ്റ് കണീച്ചിട്ട് അടുക്കളയിൽ പോകുമ്പോക്ക് നേരത്തെ ജോലിക്ക് പോയ മന്ത്രി ഒരു ഗ്ലാസ് ചായയും കുറച്ച് റിസ്ക് കൊടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇവൻ 10 മണിക്ക് അത് തിന്നിട്ട് ഇവൻ പിന്നെയും ഉറങ്ങല്. വൈകുന്നേരം ഓള് ശമ്പളം വാങ്ങിയിട്ട് വരും. മാപ്പിളക്ക് ചെലവിന് കൊടുക്കല്. ഇസ്സത്തില്ലാത്ത ടീമാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരഭിമാനവുമില്ലാത്ത കുടുംബമാണത്. സാമ്പത്തിക ഉത്തരവാദിത്തം, കുടുംബത്തിന്റെ ചെലവ് അള്ളാഹു ആണുങ്ങളെ ഏൽപ്പിച്ചത് പെണ്ണിനല്ല. അതല്ല നമ്മൾ തിരിച്ചിട്ടാൽ, അള്ളാന്റെ നിയമത്തെ നമ്മൾ തിരിച്ചിട്ടാൽ താറുമാറാവും. ഇന്ന് വക്കീലന്മാരോട് പോയി ചോദിച്ചു നോക്കി. നിങ്ങൾ കോടതിയിൽ പോകുന്ന വക്കീലന്മാരോട് ചോദിച്ചു നോക്ക്, എത്ര കേസുണ്ട് എന്ന് കോടതിയിൽ. പെണ്ണെന്താ പറയുന്നറിയോ? തൽക്കാലം എനിക്ക് മാപ്പിളുടെ ആവശ്യമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? മാസാമാസം അവൾ അക്കൗണ്ടിലേക്ക് 25,000 രൂപ ശമ്പളം വരുന്നുണ്ട്. പിന്നെ ഇവന്റെ പൈസക്ക് വേണം ഞാൻ നോക്കി നിൽക്കാൻ. റഹ്മാൻ എന്ന് പറയുന്ന സൂറത്തിൽ അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ടെന്ന് അറിയോ? അള്ളാഹു ഒരു ത്രാസായിട്ടാണ് ജീവിതം സംവിധാനിച്ചിരിക്കുന്നത്. അതിങ്ങനെ തൂക്കം ഒപ്പിച്ച് കൊണ്ടോണം. നിങ്ങളെ വക ഒന്ന് താണൊന്ന് പൊന്തിയാൽ തകിടം പറയും, ജീവിതം തകിടം പറയും. പിന്നെ ഭാര്യന്റെ ഭാഗത്തു നിന്ന് ഭർത്താവ് നല്ലതൊന്നും പ്രതീക്ഷിക്കണ്ട. ഭാര്യയല്ല ജോലിക്കാരി, ഭർത്താവാ ജോലിക്കാരി. എങ്കിൽ പിന്നെ പെണ്ണിന്റെ ജോലി എന്താണ്? അവൾ വീട്ടിന്റെ ഉള്ളിലെ രാജ്ഞിയാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അവന്റെ മക്കളുടെ സംരക്ഷണം, അവന്റെ സ്വത്തിൻ്റെ സംരക്ഷണം, അവന്റെ വീടിന്റെ സംരക്ഷണം, അവന്റെ മക്കളുടെ തർബിയത്ത് അത് ഉമ്മാന്റെ കൈമേലാണ്. അതിൽ ഉപ്പാക്ക് ഒരവകാശമില്ല. ഉമ്മ പറയാ ഉപ്പാനോട്, എൻ്റെ മോനെ ഹിഫ്ദ് പഠിക്കാൻ പറയണം, ഉപ്പ വിട്ടേ പറ്റുള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം ഉമ്മാക്കാണ്. തർബിയത്ത് കൊടുക്കേണ്ട ജോലി ഉമ്മാക്കാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിന് ഹാജർ എന്ന് പറയുന്ന പെണ്ണ് കൊടുത്ത ജോലി, ഹാജർ, അതാണ് മുറബിയത്തായ ഉമ്മ. അത് പെണ്ണിന്റെ ജോലിയാണ്. ഈ രണ്ടാൾക്കാർ, അല്ലാഹു ഏൽപ്പിച്ച ഈ രണ്ട് ജോലി നോക്കി മുന്നോട്ട് പോയാൽ സ്വസ്ഥം, സമാധാനം. നമ്മൾ തിരിച്ചിട്ടാൽ ഉപ്പാന്റെ ജോലിയാണത്. വീട്ടിൽ ABCD പഠിപ്പിക്കാം മക്കളെ. ഉമ്മ ഓള് ജോലിക്ക് പോയി. അത് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമുക്ക് ചിലപ്പോൾ ന്യായങ്ങൾ പറയാനുണ്ടാവും, ഇങ്ങനെ നമുക്ക് നിയമങ്ങൾ പറയാനുണ്ടാവും. അങ്ങനെയല്ല, ഇങ്ങനെയല്ല, പുതിയ കാലമല്ലേ, ഏത് കാലം ആയിക്കോട്ടെ, ഇസ്ലാമിന്റെ നിയമം ഇങ്ങനെയാണ്. ഇസ്ലാമിന്റെ നിയമം ലംഘിച്ചത് അനുഭവിക്കുന്നവരുടെ, അനുഭവസ്ഥരുടെ കണ്ണുനീര് കണ്ടാൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. നമ്മുടെ കുടുംബത്തെയും അവരെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത് ഒന്നാമത്തെ ഹക്ക് അതാണ്. രണ്ടാമതായി, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആണുങ്ങളോട് പറഞ്ഞു, ഭാര്യമാരുള്ള രണ്ടാമത്തെ ഹക്ക്, നിങ്ങൾ അവരോട് നല്ല നിലക്ക് ഇടപെടണം. നിങ്ങളുടെ നല്ല നിങ്ങളുടെ ഈമാനിന്റെ അടയാളമാണ്. ഭാര്യയോടുള്ള പെരുമാറ്റത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്ട് ചെയ്തത് ഈമാനിനോടാണ്. അഥവാ നമുക്ക് നമ്മളെ ഈമാൻ അളക്കാനുള്ള ഒരു അളവുകോലാണ് വീട്ടിലുള്ള ഭാര്യ. എൻ്റെ സ്വഭാവം അവളോട് എങ്ങനെയാണ്,
എന്റെ പെരുമാറ്റം എങ്ങനെയാണ്, എന്റെ വർത്താനം എങ്ങനെയാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പൂർണ്ണമായ ഈമാനുള്ളവൻ അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്. ആരാ ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ? ഖിയാറുക്കും ലിനിസാഇഹിം, ഏറ്റവും നല്ല സ്വഭാവം സ്വന്തം ഭാര്യമാരോട് നല്ല സ്വഭാവം കാണിക്കുന്നവന്റെ സ്വഭാവമാണ്. പുറത്ത് മടക്കേരി ടൗണിലിറങ്ങിയാൽ നമ്മളെക്കാളും നല്ല മനുഷ്യൻ വേറെ ഇല്ല. അവരോട് ചോദിക്കും, ഓനെങ്ങനെ മുത്ത്, ഇവനോ ഇവൻ മരതകം, ഇവൻ പവിഴം, ഇവനെ പോലത്തെ ഒരാളും മടക്കേരിയിൽ കിട്ടാനേ ഇല്ല. ഓന്റെ ഭാര്യ വിളിച്ച് ചോദിച്ചാൽ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യമാർക്ക് ഏറ്റവും നല്ല ഭർത്താവാണ്. ഞാൻ എൻ്റെ ഭാര്യമാർക്ക് ഏറ്റവും നല്ല ഭർത്താവാണ്. എതിരായിട്ട് പറയാൻ ഒന്നും ആ ഭാര്യമാരെ കൈമരില്ല. അതെന്തുകൊണ്ടറിയോ? ഏറ്റവും പൂർണ്ണമായ ഈമാനിൻ്റെ ഉടമയാണ്. ഏറ്റവും പൂർണ്ണമായ ഈമാനിൻ്റെ ഉടമയാണ്. അത് ഈ പെരുമാറ്റത്തിൽ കാണും. നമ്മളെ ഈമാന്റെ കുറവും പൊട്ടലും അനുസരിച്ച് വീട്ടിന്റെ ഉള്ളിലുള്ള പെരുമാറ്റത്തിൽ കാണാൻ കഴിയും. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഉമ്മ ആയിഷ പറയാണ്, ഇത് ഞാനും നിങ്ങളും വീട്ടിൽ പോയിട്ട് ചെയ്യണം. അള്ളാന്റെ റസൂൽ ലോകത്തെ മുഴുവനും മാറ്റാൻ അള്ളാഹ് നിയോഗിച്ച ലോകത്തിന്റെ ഉസ്താദിന്റെ കഥയാ പറയാൻ പോകുന്നത്. നമ്മൾ വലിയ ആൾക്കാരായിരിക്കും, റസൂലിനെക്കാളും വലുതൊന്നാവില്ലല്ലോ. ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുന്തു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫർ, ഞാൻ എന്റെ ഭർത്താവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഖാലത്ത്, ആയിഷ പറയാൻ, ഫസാബഖ്തുഹു, അപ്പൊ ഞാനും എന്റെ റസൂലും തമ്മിൽ ഒരു ഓട്ട മത്സരം വെക്കാൻ തീരുമാനിച്ചു. ഒന്നോടി ആര് ജയിക്കും നോക്കാം. കൂടെ സഹാബാക്കളുണ്ട്. ഇത് ഞാൻ പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു സഹാബത്തിനോട്, നിങ്ങൾ വേമുട്ടോടി, ഞാൻ ഓളും പിന്നെ വന്നോളാം. ജീവിതമാണ്, നിങ്ങൾ പോയിക്കോടി. സഹാബത്ത് മുന്നേ പോയി, ഞാനും എന്റെ റസൂലും ബാക്കിൽ ബാക്കിയായി. ഫസബഖ്തുഹു അലാ റിജ്ലി, അങ്ങനെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഓടാൻ തീരുമാനിച്ചു. ഞാനും ഓടി, എൻ്റെ ഭർത്താവ് റസൂലുള്ളാഹിയും ഓടി. ആയിഷ ബീവിനെ കല്യാണം കഴിക്കുമ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 53 വയസ്സുണ്ട്. എന്ന് പറഞ്ഞാൽ 53 ഏകദേശം നമുക്കെല്ലാം വെള്ളം വരേണ്ട പ്രായമായി. ഓടി. ആയിഷ പറയാണ്, അന്ന് ഞാൻ മെലിഞ്ഞിട്ടാണ്, ഞാൻ റസൂലിനെ തോപ്പിച്ചു, ഞാൻ ജയിച്ചു. പെണ്ണ് ജയിച്ചാൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അവസ്ഥ? ഓളൊരു ചിരിയുണ്ട്, ആ ചിരി ആസ്വദിക്കാൻ പറ്റിയാൽ സ്വസ്ഥം. ആ ചിരി ഒരു മറ്റേ ചിരിയായിട്ട് കണ്ടാൽ ഡിം പൊട്ടി. ആയിഷ ഉമ്മ ചിരിച്ചു. റസൂലുള്ളാഹി തങ്ങളും നല്ലൊരു പുഞ്ചിരി കൊടുത്തു. കാലം കുറെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം ഫലമ്മ ഹമൽതുൽ ലഹ്മ, ഞാനൊന്ന് തടിച്ചിയായി, വീട്ടുകാരിയായി, കല്യാണം കഴിഞ്ഞ് പുതിയവണ്ണായി. അപ്പൊ കുറച്ച് തടി വെച്ചു. അന്നേരം കൊണ്ട് എൻ്റെ ഭർത്താവ് വരുന്നു, ആയിഷ ഇനി നമുക്കൊന്ന് ഓടി നോക്കിയാലോ, ഇതാവണം വീട്ടിൻ്റെ ഉള്ളിൽ, ഇത് എൻ്റെ തൊട്ടുകൂടാ, ഓള് തൊട്ടുകൂടാ, അതൊന്നും നല്ല ജീവിതമല്ല. അതൊന്നും ഒരു സമാധാനവും അതൊന്നും കണ്ടിട്ട് മക്കൾ നല്ലത് പഠിക്കൂല. റസൂലുള്ളാഹി അങ്ങോട്ട് ചോദിച്ചു ഭാര്യയോട്, വാ ആയിഷ ഒന്ന് ഓടി നോക്കാല, എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? അന്ന് ജയിച്ചല്ലേ ഞാൻ, ശരി വാ ഓടാം. നമ്മൾ രണ്ടാളും ഓടി. പക്ഷെ തടിച്ചത് കൊണ്ട് ശരിക്കും ഓടാൻ പറ്റിയില്ല, ഞാൻ തോറ്റുപോയി. പെണ്ണ് തോറ്റു. എന്തായിരിക്കും അവസ്ഥ? കരയും, ആരോ മരിച്ച പോലെ കരയും പെണ്ണ് തോറ്റാൽ. ഉപ്പ് വാങ്ങണോ മല്ലി വാങ്ങണോ? ഭർത്താവ് പറഞ്ഞു മല്ലി വാങ്ങണം, ഓള് പറഞ്ഞു ഉപ്പ് വാങ്ങണം. അവസാനം ഭർത്താവ് മല്ലിയും വാങ്ങിയിട്ട് വന്നു. അപ്പോഴും ഓള് കരയും. ഒരു ഉപ്പിന് വേണ്ടി വരെ പെണ്ണ് കരയും. അതാ പെണ്ണ്. ആ പെണ്ണിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ആയിഷ ഉമ്മ കരഞ്ഞു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താവായി. ഭാര്യ കരഞ്ഞപ്പം ഭർത്താവായി. മടിക്കേരിയിലെ ഭർത്താക്കന്മാരെ ഇങ്ങനത്തെ ഭർത്താവണം. അടുത്ത് വന്നു പറഞ്ഞു, ആയിഷ ഹാദിഹി ബിതിൽക സബ്ഖ, നീ അന്ന് ജയിച്ചില്ലേ, അതിന് പകരായത്. നീയും ജയിച്ചു, ഞാനും ജയിച്ചു, ഇനി ഓടാൻ പാടില്ല, ഇനി മത്സരം വേണ്ട. നീയും ജയിച്ചു, ഞാനും ജയിച്ചു, പ്രശ്നം സോൾവായി. ഇത് റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ ഉള്ളിൽ നടന്ന കഥയാണ്. ഇത് ഏതോ നോവലിസ്റ്റ് എഴുതിയ നോവലല്ല. നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്റെ കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം. എന്താ എൻ്റെ നിങ്ങളുടെയും വീട്ടിൻ്റെ ഉള്ളിലെ അവസ്ഥ? പ്രിയപ്പെട്ടവരെ, പെണ്ണിനോടുള്ള ഹക്കിൽപ്പെട്ടതാണ് ഈ പെരുമാറ്റം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പുകഴ്ത്തും. ഗുണങ്ങൾ എടുത്തു പറഞ്ഞിട്ട് പുകഴ്ത്തും. ചിലപ്പം അത് സഹാബാക്കൾ കേൾക്കും, ചിലപ്പം വീട്ടിലുള്ള മറ്റു പെണ്ണുങ്ങൾ കേൾക്കും ആയിഷാനെ പൊക്കി പറയുന്നത്. കാരണം എന്താ അറിയോ? ഒരു പെണ്ണത് ആഗ്രഹിക്കുന്നുണ്ട്.
തെറ്റ് മാത്രം കണ്ടെത്തി പറയരുത്. റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അത് കേൾക്കുമ്പോൾ തന്നെ ആയിഷാന്റെ മനസ്സിലുള്ള കുളിർമൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ ഭാര്യമാരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ, എന്റെ ആയിഷ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? ഫദ്ലു ആയിഷത അലൻ നിസാഇ കഫദ്ലി സരീദി അലാ സായിരി തആം. സരീദ് അറബികളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. മറ്റു ഭക്ഷണങ്ങൾക്കിടയിൽ സരീദിനുള്ള പ്രാധാന്യം പോലെയാണ് പെണ്ണുങ്ങൾക്കിടയിൽ എൻ്റെ ആയിഷക്കുള്ള പ്രത്യേകത. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ള പോലെ തന്നെ പറയണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിയെ വിളിക്കാൻ നല്ലൊരു പേര് കണ്ടെത്തി. ആയിഷ ബി പറയും, എന്റെ പേര് മൊത്തത്തിൽ റസൂലുള്ളാഹി വിളിക്കൂ, യാ ആയിഷ എന്ന് വിളിക്കലില്ല, യാ ആയിഷ് എന്നെങ്ങനെ ചിലപ്പം വിളിക്കാം. അത് ഒരു ഓമനത്തുള്ള പേരാണ്. അല്ലെങ്കിൽ ഹുമൈറ, അള്ളാഹുവിന്റെ റസൂല് ആയിഷനെ വിളിച്ച പേരാണ് ഹുമൈറ. ചുവപ്പും വെളുപ്പും കലർന്ന പൂവിന് പറയുന്ന പേരാണ് ഹുമൈറ. നമ്മൾ വീട്ടിൽ പോയിട്ട് എപ്പോഴെങ്കിലും എൻ്റെ പുഷ്പമേ, എൻ്റെ പൂവേ, ആ വിളി വേണം. അത് നോവലിസ്റ്റിൽ എഴുതാനുള്ള പിന്നെ ഒരു പേരല്ല, കവികൾക്ക് കവിത എഴുതാൻ മാത്രമുള്ളതല്ല. മുസ്ലിമീങ്ങൾ അവരുടെ വീട്ടിന്റെ ഉള്ളിൽ ചെയ്ത് കാണിക്കാനുള്ളതാണ്. എന്തിന്? ഒമിൻ ആയാതിഹി, ആ ബന്ധം അത്ഭുതമായിട്ട് വളരാൻ. യാ ഹുമൈറ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു, വിളിച്ചു യാ ഹുമൈറ. ഓടി വന്നു ആയിഷ, വെള്ളം താ ഹുമൈറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പാത്രമുണ്ട്, വെള്ളിയുടെ പിടിയുള്ളൊരു പാത്രം, അതിൽ വെള്ളം കൊണ്ടേ കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ആയിഷാനോട്, നിന്റെ പാത്രത്തിലെത്താ, നീ സാധാരണ കുടിക്കാനും തിന്നാനും ഉപയോഗിക്കുന്ന പാത്രമില്ലേ, അതിലെനിക്ക് വെള്ളം കൊണ്ടെത്താ. ആയിഷ ബീവി ഓടിച്ചെന്ന് പാത്രം മാറ്റിയിട്ട് വന്നു. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, ആയിഷ നീ ചുണ്ടുവെക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചതാ. ഇതാണ് ഭാര്യയും ഭർത്താവും. ഇത് ഭർത്താവ് രാജാവ്, ഓനി പിടിക്കാൻ പ്രത്യേകിച്ചൊരു കപ്പ്, ഓനി തിന്നാൻ പ്രത്യേകിച്ചൊരു പാത്രം, ഓനി ഇരിക്കാൻ പ്രത്യേകിച്ചൊരു കസേര, ഓൻ ഭരന്റെ അടുത്ത് ഇരിക്കൂല. പണ്ടത്തെ ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ടായിരുന്നു. ഭർത്താക്കന്മാര് തിന്നത് ഓളും തിന്നും, ഓള് തിന്ന് മാപ്പിളയും തിന്നും. ആയിഷ നീ ചുണ്ടുവച്ച സ്ഥലം ഒന്ന് കാണിച്ചതാ. ഞാൻ സിനിമ പറയുന്നല്ല കേട്ടോ, സീരിയല് പറയുന്നല്ല, നമ്മുടെ നേതാവിന്റെ ജീവിതമായി പറയുന്നത്. ഞാൻ കാണിച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫവളഅ ഫാഹു മൗദിഅ ഫിയ, ഞാൻ ചുണ്ടുവച്ച സ്ഥലത്ത് വായ വെച്ച് എൻ്റെ മുമ്പിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിച്ചു. അത് മതി ആയിഷാന്റെ മനസ്സിന് ആ മാപ്പിളുടെ സ്നേഹം എന്താന്ന് മനസ്സിലാക്കാൻ. വആശിറുഹുന്ന ബിൽ മഅറൂഫ്, അതെ നല്ല നിലയ്ക്ക് പെരുമാറി. എല്ലാ അർത്ഥത്തിലും 100% ഓള് നന്നാവട്ടെ, എന്നിട്ട് ഞാൻ അങ്ങനെ പെരുമാറാം. ചിലപ്പം കബറിലേക്ക് പോയാലും നടക്കൂല, ആ പരിപാടി നടക്കൂല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തൗസു ബിന്നിസാ, പെണ്ണുങ്ങളോട് നല്ല നിലക്ക് നിൽക്കിൻ. ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ദിലഇൻ, പെണ്ണ് സൃഷ്ടിക്കപ്പെട്ടത് വാരിയലിൽ നിന്നാണ്. വഇന്ന അഅവജ ശൈഇൻ ഫിദ്ദിലഇ അഅലാ, വാരിയലിൽ ഏറ്റവും വളവ് കൂടുതൽ മുകൾ ഭാഗത്തുള്ള എല്ലിനാണ്. അതുകൊണ്ടാണ് ഭാര്യയെ സൃഷ്ടിച്ചത്. ഫഇൻ ദഹബ്ത തുഖീമുഹു കസർതഹു, നീ ആ വളവ് നേരെയാക്കാൻ പോയാൽ അത് പൊട്ടിപ്പോകും. ഇനിയോ വഇൻ തറക്തഹു, തീരെ അങ്ങ് പോയിക്കോട്ടത് വെച്ച് വിട്ടാൽ ലം യസൽ അഅവജ്, ആ വളവ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് രണ്ടിനും നിൽക്കരുത്. വളവ് ഫുള്ളായിട്ട് തീർത്ത് നേരെ ആയിട്ട് മതി, പൊട്ടും. പൊട്ടല് തലാക്കാൻ, ആ പൊട്ടൽ കൊണ്ട് ഉദ്ദേശം തലാക്കാൻ. ഇനി തീരെ നോക്കാണ്ടിരുന്നാലോ ആ വളവ് കൂടിക്കൂടി വരും, നിന്റെ ജീവിതം ദുസ്സഹമാവും. ഇത് രണ്ടിനും ഇടവരുത്താത്ത രീതിയിൽ നിന്നോടി. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാർക്ക് ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു തന്നു. തങ്ങൾ പറഞ്ഞു, ലാ യഫറഖ് മുഅ്മിനുൻ മുഅ്മിന, ഒരു ഭർത്താവും മറ്റൊരു മുഅ്മിനത്തായ ഭാര്യയോട് അമിതമായി ദേഷ്യം പിടിക്കരുത്. ദേഷ്യം പിടിക്കാം, ദേഷ്യം വരും, സ്വാഭാവികം. പക്ഷെ ആ ദേഷ്യത്തിന്റെ കടുപ്പം കൂട്ടരുത്. കാരണം ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റദിയ മിൻഹാ ആഖർ, ഒരു കാര്യത്തെ, ഒരു സ്വഭാവത്തെ നിങ്ങൾക്ക് വെറുപ്പും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ സന്തോഷിക്കാനുള്ള 9 എണ്ണം അപ്പുറത്ത് വേറെ ഉണ്ടാവും ഓളെ ജീവിതത്തിൽ. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വെറുപ്പ് തോന്നിയാൽ ബാക്കിയുള്ള ഖൈറിൽ അതിൽ സന്തോഷം കണ്ടെത്തി ക്ഷമിക്കാൻ തയ്യാറാവും. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറു കാണുമ്പോഴേക്കും പെട്ടെന്ന് ചാടിയെടുക്കല്ല. നിങ്ങൾ വെറുത്തൊരു കാര്യമുണ്ടല്ലോ, അതിന്റെ ബാക്കിൽ അള്ളാഹു വലിയ ഖൈറ് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ നേരത്തെ വെറുത്ത് ദേഷ്യം പൊട്ടിച്ചു കളഞ്ഞാൽ ആ ഖൈർ നിങ്ങൾക്ക് നഷ്ടമാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹക്കുകൾ പൂർത്തിയാക്കണം. ഭർത്താവ് ആവണം എങ്കിൽ ആഗ്രഹിക്കുന്ന ജീവിതം ചിലപ്പോൾ ദുനിയാവിൽ കിട്ടിയേക്കാം.
അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാർക്ക് ഉപദേശം നൽകിയ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചത് ഭാര്യമാരുടെ ദീൻ ഭർത്താവിൻ്റെ കൈമലാണ്. അവൾക്ക് ദീനും ഇസ്ലാമിൻ്റെ മര്യാദകളും ഇസ്ലാമിൻ്റെ നിയമങ്ങളും പഠിപ്പിക്കാൻ നാം തയ്യാറാവണം. കാരണം അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്നും സൂക്ഷിച്ചു കൊള്ളുക, കാത്തുകൊള്ളുക. എങ്കിൽ പുരുഷന്റെ ഉത്തരവാദിത്തമാണ് അവന്റെ ഭാര്യക്ക് ആവശ്യമുള്ള മസ്അലകൾ, അത് അഖീദയുടെയും അതേപോലെ ഫിഖ്ഹിൻ്റെതായാലും, ഇനി അവൾ പണക്കാരിയാണെങ്കിൽ സക്കാത്തുമായി ബന്ധപ്പെട്ടതായാലും, ഇനി സമയാസമയം വ്യത്യസ്തമായി വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതായാലും, നോമ്പ് പോലെ ഹജ്ജ് പോലെ ഉംറ പോലെ വരുന്നതിനനുസരിച്ച് ഭർത്താവിൻ്റെ കടമയാണ് ഭാര്യയെ പഠിപ്പിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു ഉദാഹരണം പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, ഒരാളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഖാമ മിനൽ ലൈലി ഫസല്ല, അയാൾ രാത്രിയിൽ എഴുന്നേറ്റു എന്നിട്ട് നിസ്കരിച്ചു. സുമ്മ ഐഖദ ഇംറഅതഹു, നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ അവന്റെ ഭാര്യയെ വിളിച്ചുണർത്തി. ഫസല്ലത്, എന്നിട്ട് അവളും നിസ്കരിച്ചു. ഖിയാമുൽ ലൈൽ, നിസ്കാരത്തിന്റെ കഥ പറയാൻ. രാത്രിയിൽ ഭർത്താവ് നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞ് പുറങ്ങുന്ന ഭാര്യയെ വിളിച്ചുണർത്തി, അവളും നിസ്കരിച്ചു. ഫഇൻ അബത്, ഇനി അവൾ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ അവൻ വെള്ളം അവളുടെ മുഖത്ത് തെറിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് അവളെ നിസ്കരിപ്പിച്ചു. അങ്ങനത്തെ പുരുഷന്മാരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഥവാ അങ്ങനെ ദീനിന്റെ വിഷയത്തിൽ മാതൃകയാവണം, പഠിപ്പിക്കാനുള്ളത് പഠിപ്പിക്കണം. പ്രത്യേകിച്ചും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന്, ആദർശപരമായിട്ടുള്ള വിഷയങ്ങളിൽ അതീവ ശ്രദ്ധ വേണം. ഭാര്യന്റെ അഖീദ, അവൾ ശിർക്കിലേക്ക് പോയി പോകുന്നുണ്ടോ? അവളെ മനസ്സിലേക്ക് ഈ ജാറം, ദർഗ, ഉറൂസ്, ഉത്സവം പോലത്തെ സംഗതികൾ കടന്നു വരുന്നുണ്ടോ? തങ്ങന്മാര്, ബാവന്മാര്, ബീവമാര്, ജിന്നുമ്മമാര് എന്നിത്യാദി കാര്യങ്ങളോട് എന്തെങ്കിലും താല്പര്യം വരുന്നുണ്ടോ എന്ന് തോന്നിയാൽ അതിന്റെ അപകടം അവർക്ക് പറഞ്ഞു കൊടുത്തോളാം. കാരണം അത് വന്നു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഒരാളെ, ഒരു വസ്തുവിനെ, ഒരു വ്യക്തിയെ ആശ്രയിക്കുന്ന, സഹായം തേടുന്ന, പ്രതീക്ഷിക്കുന്ന, അവലംബിക്കുന്ന ഒരു വിശ്വാസം ഭാര്യന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദർശപരമായി അവൾ വേറെയായി. ആ ആദർശം തെറ്റലോട് കൂടെ ഇസ്ലാം എന്ന ചട്ടക്കൂട്ടിന്റെ ഉള്ളിൽ നിന്നും അവൾ പുറത്താവലായി. പിന്നെ അയാളും അവളും തമ്മിലുള്ള അഖ്ദ്, ആ ഉടമ്പടി, അത് ബാത്തിലായി പോകും. പിന്നെ ഒരുമിച്ചുള്ള ജീവിതം ഹറാമാണ്. ഇനി ഭർത്താവിന് അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ തിരിച്ച് ഭാര്യക്ക് അറിവുണ്ടെങ്കിൽ ഉത്തരവാദിത്തമാണ് കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൽ, ഗൗരവം അറിയിക്കൽ. കാരണം ആദർശം തെറ്റിയാൽ, തൗഹീദിന് വിരുദ്ധമായി ജീവിതം മാറിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചാൽ നടക്കാതിരിക്കുന്നത് അഖദ് ബാത്തിലാവലാണ്. കാരണം മുസ്ലിമായ പുരുഷനും അമുസ്ലിമായ പെണ്ണും തമ്മിലുള്ള വിവാഹ ബന്ധം ഇസ്ലാം സ്വഹീഹായി കാണുന്നില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു എന്നെയും നിങ്ങളെയും നാട്ടുകാരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. വന്നുപോയ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. രോഗികളുണ്ട്, കിഡ്നി രോഗം ബാധിച്ചവർ, കരൾ രോഗം ബാധിച്ചവർ, ക്യാൻസർ ബാധിച്ചവർ, മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളുമുള്ളവർ അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാഉം സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, വേദനയുള്ള രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്തിരക്ഷിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.